ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് എന്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ച എനിക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു പുസ്തകത്തിന്റെ സംഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിൽ ഇന്നത്തെ ഈ പുസ്തകം വളരെയധികം സഹായിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പുസ്തകത്തിന്റെ പേര് ഹൗ ടു അട്രാക്ട് മണി എന്നാണ്. ഇതിന്റെ രചയിതാവ് ഡോക്ടർ ജോസഫ് മർഫിയാണ്. വീഡിയോ അല്പം ദീർഘിച്ചതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയുടെ സ്പീഡ് കൂട്ടാവുന്നതാണ്, പക്ഷേ ദയവായി ഈ വീഡിയോ അവസാനം വരെ കാണുക. പുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണിത്. ഈ പുസ്തകത്തിൽ ആകെ 2 അധ്യായങ്ങൾ മാത്രമേയുള്ളൂ. 1-ാം അധ്യായം ധനികനാകാനുള്ള നിങ്ങളുടെ അവകാശം, 2-ാം അധ്യായം സമ്പന്നതയിലേക്കുള്ള വഴി. നമുക്ക് ആമുഖത്തിൽ നിന്ന് തുടങ്ങാം. ഈ ഭാഗത്ത് കൂടുതൽ പണം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് രചയിതാവ് പറയുന്നു. ഏതൊരാൾക്കും നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ അത് പണം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ നിരാശയോ ഇല്ലാത്ത സന്തോഷവും സമൃദ്ധിയുമുള്ള ഒരു ജീവിതം നയിക്കാനാണ് നിങ്ങൾ ഈ ലോകത്ത് വന്നത്. പോസിറ്റീവായ പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് നേടാൻ കഴിയുമെന്ന് രചയിതാവ് പറയുന്നു. ഇത് നിങ്ങളുടെ ബോധമനസ്സ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം നിങ്ങളുടെ അബോധമനസ്സിനെ സബ് കോൺഷ്യസ് മൈൻഡ് പരിശീലിപ്പിക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ ശീലങ്ങളും ചിന്താരീതികളും പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തം പോലെ പ്രവർത്തിക്കും. ഈ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സുവർണ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ബോധമനസ്സിനെയും അബോധമനസ്സിനെയും മനസ്സിലാക്കേണ്ടതുണ്ട്. ബോധമനസ്സ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ നിലവിലെ അവബോധവും പെട്ടെന്നുള്ള ചിന്തകളുമാണ് ബോധമനസ്സ്. അതായത് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ബോധമനസ്സുപയോഗിച്ചാണ്. നിങ്ങൾ യൂട്യൂബ് ആപ്പ് തുറന്നു, എന്റെ വീഡിയോ നിങ്ങൾക്ക് ശുപാർശ ചെയ്തു, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തു, ഇപ്പോൾ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും വീഡിയോ കാണുകയും ചെയ്യുന്നു. ഈ പ്രക്രിയകളെല്ലാം ബോധപൂർവമാണ്. ബോധമനസ്സിൽ നിങ്ങൾ പുറത്തുനിന്നുള്ള വിവരങ്ങളെ കണ്ടോ, അനുഭവിച്ചോ, സ്പർശിച്ചോ ഉള്ളവ പ്രോസസ് ചെയ്യുന്നു. ബോധമനസ്സിന്റെ ഏറ്റവും വലിയ പരിമിതി എന്തെന്നാൽ ഒരു സമയം നമുക്ക് ചില കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിയൂ എന്നതാണ്. അതായത് ബോധമനസ്സിന് മൾട്ടി ടാസ്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരേ സമയം സിനിമ കാണാനും പരീക്ഷയ്ക്ക് പഠിക്കാനും കഴിയില്ല. അതായത് ബോധമനസ്സിന് വളരെ ചെറിയ ശ്രദ്ധാശേഷി മാത്രമേയുള്ളൂ. അതുകൊണ്ടുതന്നെ ഈ ശ്രദ്ധാശേഷി നന്നായി ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ദിവസം മുഴുവൻ റീൽസ്, സിനിമകൾ, TV ഷോകൾ എന്നിവ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബോധമനസ്സിനെ ഉപയോഗപ്പെടുത്തുന്ന ശരിയായ രീതിയല്ല. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധമനസ്സിനെ ഉപയോഗിക്കുക. അതിനായി നിങ്ങൾ പ്രയാസകരമായ എല്ലാ ജോലികളും ചെയ്യണം. ഉദാഹരണത്തിന്, വരുമാനത്തിന്റെ ഒന്നിലധികം സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ കഴിവും അറിവും മെച്ചപ്പെടുത്തുക. കണക്കുകൂട്ടിയുള്ള റിസ്ക് എടുക്കുക. നിങ്ങൾ ബോധമനസ്സിനെക്കൊണ്ട് എത്രത്തോളം പ്രയാസമേറിയ ജോലികൾ ചെയ്യിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പണത്തെ ആകർഷിക്കാൻ എളുപ്പമാകും. അബോധമനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ്. അബോധമനസ്സ് ബോധമനസ്സിന്റെ പിന്നിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾ, വികാരങ്ങൾ, ഓർമ്മകൾ, ശീലങ്ങൾ, ഓട്ടോമാറ്റിക് പെരുമാറ്റങ്ങൾ എന്നിവയെ ഇത് സംഭരിക്കുന്നു. ഇതിനെ നിങ്ങളുടെ സ്വകാര്യ സ്റ്റോർ റൂം എന്ന് മനസ്സിലാക്കുക. അബോധമനസ്സിന്റെ ഒരു ധർമ്മം ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, ദഹനം തുടങ്ങിയ ശരീരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ്. നമ്മൾ അറിയാതെ പോലും നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും അബോധമനസ്സ് വളരെയധികം സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ എപ്പോഴും ലോ എനർജിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ആകാംക്ഷയില്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ തോന്നുകയില്ല. ഇപ്പോൾ എല്ലാവരും കരുതുന്നത് ബോധമനസ്സിനെ ശരിയാക്കിയാൽ, സ്വയം നിർബന്ധിച്ച് ജോലിയിൽ ശ്രദ്ധിച്ചാൽ എല്ലാം ശരിയാകുമെന്നാണ്. എന്നാൽ നിങ്ങൾക്കിത് കൂടുതൽ ദിവസം തുടരാൻ കഴിയില്ല. നിങ്ങൾ വീണ്ടും അതേ നെഗറ്റീവ് പാറ്റേണിലേക്ക് തിരിച്ചുപോകും. കാരണം നിങ്ങളുടെ അബോധമനസ്സിൽ വർഷങ്ങളായിട്ടുള്ള ശീലങ്ങളും പെരുമാറ്റങ്ങളും ചിന്താരീതികളും സംഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ശീലം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 വയസ്സായാലും സൈക്കിൾ ഓടിക്കാൻ കഴിയും. അതുപോലെ നിങ്ങൾ ചെറുപ്പം മുതൽ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ചിന്താരീതികൾ നിങ്ങൾ ഒരു പുതിയ ചിന്താരീതി വികസിപ്പിക്കുന്നതുവരെ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ടാകും. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് പോസിറ്റീവായ പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് നേടാൻ കഴിയുമെന്നും അതിന് ബോധമനസ്സിനൊപ്പം അബോധമനസ്സിനെ കൂടി പരിശീലിപ്പിക്കണമെന്നും രചയിതാവ് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ദിവസവും പോസിറ്റീവ് പ്രവൃത്തികൾ ചെയ്യണം. ഒപ്പം നിങ്ങൾക്ക് ധനം നേടാൻ കഴിയുമെന്ന് നിങ്ങളുടെ അബോധമനസ്സിനെക്കൊണ്ട് വിശ്വസിപ്പിക്കുകയും വേണം. ഇതിലൂടെ നിങ്ങളുടെ ചിന്താരീതി പൂർണ്ണമായും മാറ്റേണ്ടിവരും. ആമുഖത്തിൽ രചയിതാവ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമിതാണ്: നിങ്ങൾ ഈ ലോകത്ത് വന്നത് മനുഷ്യർ സൃഷ്ടിച്ച എല്ലാ ആഡംബരങ്ങളും അനുഭവിക്കാനുള്ള അവകാശത്തോടെയാണ്. ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. ഞാൻ സ്റ്റാർബക്സ് കോഫി കുടിക്കാറില്ല, തട്ടുകടയിലെ ചായ കുടിച്ചാൽ മതി, ഞാൻ അതിൽ സന്തോഷവാനാണ്. ഇവിടെ നിങ്ങൾ ആഡംബരങ്ങളോട് ഒരു നെഗറ്റീവ് വികാരം കൊണ്ടുവരികയാണ്. നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്: എനിക്ക് എങ്ങനെ സ്റ്റാർബക്സ് കോഫി വാങ്ങാൻ കഴിയും?
ഞാൻ എങ്ങനെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യും, 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കും, എങ്ങനെ എന്റെ കുടുംബത്തിനായി ഒരു ആഡംബര വീട് പണിയും? നിങ്ങൾ ഇന്നു മുതൽ ഈ പരിശീലനം തുടങ്ങുകയാണെങ്കിൽ പണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കാണും, നിങ്ങൾ കൂടുതൽ പ്രചോദനത്തോടെ നിങ്ങളുടെ ജോലി ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് അലാറം ക്ലോക്കിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ബോധമനസ്സിനെ ഒരിക്കൽ പരിശീലിപ്പിച്ചാൽ പോസിറ്റീവ് പ്രവൃത്തികൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമാകും. ഇതായിരുന്നു ഈ പുസ്തകത്തിന്റെ ആമുഖം. ഇനി 1-ാം അധ്യായത്തിലേക്ക് വരാം. അധ്യായം 1: ധനികനാകാനുള്ള നിങ്ങളുടെ അവകാശം, യുവർ റൈറ്റ് ടു ബി റിച്ച്. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം പണത്തെ ഒരു വിനിമയ ചിഹ്നമായി കാണുക എന്നതാണ്. പണമെന്നത് ചുരുക്കം ചില ആളുകളുടെ കൈവശമുള്ള ഒരു മാന്ത്രിക വസ്തുവായി കാണാതെ ഇതൊരു വിനിമയത്തിനുള്ള മാർഗം മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ ആ സാധനങ്ങൾക്ക് പകരമായി പണത്തെ കൈമാറ്റം ചെയ്യുകയാണ്. പഴയ കാലങ്ങളിൽ ആളുകൾ ഒരു വിനിമയ ചിഹ്നമായി ബാർട്ടർ സമ്പ്രദായം ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്ക് 5 കിലോ അരി വേണമെങ്കിൽ നിങ്ങൾ ആടുകളെ കൊടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പണത്തെ മോശമായി കാണരുത്, കാരണം ഇത് വെറും ഒരു വിനിമയ ചിഹ്നം മാത്രമാണ്. നമുക്ക് വൈദ്യുതിയുടെ ഉദാഹരണം എടുക്കാം. വൈദ്യുതി നല്ലതാണോ ചീത്തയാണോ? വൈദ്യുതിക്ക് നിങ്ങളുടെ വീട് പ്രകാശമാനമാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരാൾക്ക് ഷോക്കടിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടാനും കഴിയും. അതുപോലെ വെള്ളത്തിന് ഒരാളുടെ ദാഹം ശമിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരാളെ നദിയിൽ മുക്കിക്കൊല്ലാനും കഴിയും. അതുകൊണ്ട് ഒരു വസ്തുവും നല്ലതോ ചീത്തയോ അല്ല. അതുപോലെ പണം മോശമല്ല. നിങ്ങൾ പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. പണത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്തെന്നാൽ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഡംബരം, സൗന്ദര്യം, സമൃദ്ധി, സുരക്ഷ, സമയം പോലുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യാൻ കഴിയുമെന്നതാണ്. കൂടുതൽ പണമില്ലാത്തതിന് ഒരു കാരണം പലരും പണത്തെക്കുറിച്ച് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ മോശം അഭിപ്രായം പറയുന്നതാണ് എന്ന് രചയിതാവ് പറയുന്നു. അവർ പണത്തെ വൃത്തികെട്ട വരുമാനം എന്ന് വിളിക്കുന്നു. പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്നും അവർ വിശ്വസിക്കുന്നു. അവരുടെ ധനം വർദ്ധിക്കാത്തതിന് മറ്റൊരു കാരണം ദാരിദ്ര്യത്തിൽ എന്തോ ഗുണമുണ്ട് എന്നൊരു ഒളിപ്പിച്ചുവെച്ച അബോധമനസ്സ് വികാരം അവർക്കുണ്ട് എന്നതാണ്. ഈ അബോധമനസ്സ് വികാരം നിങ്ങൾ ബാല്യകാലം മുതൽ വളർത്തിയെടുത്തതാണ്. ഇത് നിങ്ങളുടെ ചിന്താരീതികളെ മാറ്റിക്കളഞ്ഞു. ദാരിദ്ര്യത്തിൽ യാതൊരു ഗുണവുമില്ല എന്ന് രചയിതാവ് പറയുന്നു. ഇതൊരു മാനസിക രോഗമാണ്. നിങ്ങൾ ശാരീരികമായി രോഗിയാണെങ്കിൽ ഡോക്ടറെ കണ്ട് നിങ്ങൾ ഉടൻ ചികിത്സ തേടും. അതുപോലെ നിങ്ങളുടെ കൈവശം ധനമില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുള്ളിൽ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം ഇതാണ്: പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളെ ഉടൻ തന്നെ മാറ്റിയെടുക്കുക. നിങ്ങൾ പണം തെറ്റാണെന്ന് വിശ്വസിച്ചാൽ പണം നിങ്ങളുടെ അടുക്കലേക്ക് വരില്ല. ഒരാൾ നിങ്ങളെ കാണാൻ നിങ്ങളുടെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. പക്ഷേ നിങ്ങൾ അവനെ ഓടിച്ചുവിടുകയോ അല്ലെങ്കിൽ അവനെ അപമാനിക്കുകയോ ചെയ്താൽ അയാൾ എന്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് വരും? അതുകൊണ്ട് ഈ അധ്യായത്തിലെ 1-ാമത്തെ പ്രധാന ആശയം പണത്തെ ഒരു മാന്ത്രിക വസ്തുവായി കാണാതെ വിനിമയ ചിഹ്നമായി കാണുക എന്നതാണ്. സന്തുലിതാവസ്ഥ, പ്രകൃതിയുടെ നിയമം. ഈ അധ്യായത്തിലെ 2-ാമത്തെ ആശയം സന്തുലിതാവസ്ഥ എന്നത് പ്രകൃതിയുടെ നിയമമാണ് എന്നതാണ്. എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധിതമാണ്. അത് പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. അതിലൂടെ ഒരു പരിസ്ഥിതി വ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നു. കാരണം പ്രകൃതി പ്രവർത്തിക്കുന്നത് സന്തുലിതാവസ്ഥയുടെയും സൗഹൃദത്തിന്റെയും തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാവാം: പ്രകൃതിക്ക് സന്തുലിതാവസ്ഥ ഇഷ്ടമാണെങ്കിൽ ആരെങ്കിലും തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുന്ന വ്യക്തി എങ്ങനെ സന്തോഷവാനായി ജീവിക്കുന്നു? അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇത്രയധികം പണം കിട്ടി? നമ്മൾ രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ടും നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്തുകൊണ്ടാണ് മെച്ചപ്പെടാത്തത്? ഇതിന് രചയിതാവ് മറുപടി പറയുന്നത് ഇതാണ്: പണം മനുഷ്യർ ഉണ്ടാക്കിയതാണ്. പ്രകൃതി പണത്തിന് പകരമായി പണമെടുക്കില്ല. ഉദാഹരണത്തിന്, ഒരു വ്യക്തി 1 ലക്ഷം രൂപയുടെ ഉൽപ്പന്നം തട്ടിപ്പ് നടത്തി മറ്റൊരാൾക്ക് 20 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് കരുതുക. ഇവിടെ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടായി. ഈ അസന്തുലിതാവസ്ഥ പ്രകൃതി മറ്റേതെങ്കിലും വിധത്തിൽ സന്തുലിതമാക്കും. ഉദാഹരണത്തിന്, ആരോഗ്യം മോശമാകുന്നത്, കുടുംബാംഗങ്ങളിൽ നിന്ന് വഞ്ചിക്കപ്പെടുന്നത്, എപ്പോഴും ഭയത്തിൽ ജീവിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് പണത്തിന്റെ രൂപത്തിൽ ഫലം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ആരോഗ്യവാന്മാരാണോ? നിങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടോ? കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടോ? ഇവയെല്ലാം സമ്പന്നതയുടെ അടയാളമാണ്. പണം മാത്രമുള്ളവനല്ല ധനവാൻ, കാരണം അത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. പണം, നല്ല ആരോഗ്യം, നല്ല കുടുംബം, മാനസിക സംതൃപ്തി എന്നിങ്ങനെയെല്ലാം സന്തുലിതമായിട്ടുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. അതുകൊണ്ട് ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് പഠിച്ച 2-ാമത്തെ പ്രധാന ആശയം ഇതാണ്: പ്രകൃതിക്ക് സന്തുലിതാവസ്ഥ ഇഷ്ടമാണ്. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വരാം. അധ്യായം 2: സമ്പന്നതയിലേക്കുള്ള വഴി, ദ റോഡ് ടു റിച്ചസ്. ഈ അധ്യായം തുടങ്ങുമ്പോൾ രചയിതാവ് പറയുന്നത് സമ്പന്നത മനസ്സിന്റെ ഒരു അവസ്ഥയാണ്.
റിച്ചസ് ആർ എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നാണ്. കായികതാരങ്ങളെയും കലാകാരന്മാരെയും മാറ്റി നിർത്തിയാൽ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ നേട്ടം കൈവരിക്കുന്ന വ്യക്തി അത് അവരുടെ മനസ്സ് കാരണമാണ് ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ഡോക്ടറുടെ ഡിഗ്രി നിങ്ങൾ മോഷ്ടിച്ചാലും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. കാരണം അവർ വർഷങ്ങളോളം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഒരു സെമിനാർ നടക്കുമ്പോൾ ഒരു വ്യക്തി രചയിതാവിനോട് പറഞ്ഞു, 1929 സ്റ്റോക്ക് മാർക്കറ്റ് സാമ്പത്തിക പ്രതിസന്ധി കാരണം താൻ പൂർണ്ണമായും പാപ്പരായി എന്ന്. ആ വ്യക്തി രചയിതാവിനോട് പറഞ്ഞ ഒരു പോസിറ്റീവായ കാര്യം ഇതാണ്: ഞാൻ മുൻപും ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വീണ്ടും സമ്പാദിക്കാൻ കഴിയും. രചയിതാവ് ആ വ്യക്തിയുടെ ജീവിതയാത്ര കുറച്ചു വർഷങ്ങൾ നിരീക്ഷിച്ചു. ആദ്യം ആ വ്യക്തി ഒരു കെമിക്കൽ കമ്പനിയിൽ സെയിൽസ്മാനായി ചേർന്നു. അദ്ദേഹത്തിന് ബിസിനസിനെക്കുറിച്ചുള്ള അറിവുള്ളതുകൊണ്ട് അദ്ദേഹം എപ്പോഴും പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അതിലൂടെ അദ്ദേഹത്തിന്റെ സെയിൽസ് എല്ലാ ആളുകളെക്കാളും മികച്ചതായിരുന്നു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റം നേടി. 4 വർഷത്തെ കഠിനാധ്വാനത്തിനു ശേഷം അദ്ദേഹം പ്രസിഡന്റായി മാറി. അദ്ദേഹം എപ്പോഴും സ്വയം ഇങ്ങനെ പറയുമായിരുന്നു: വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുക, ചേഞ്ച് വാട്ടർ ഇൻടു വൈൻ. ഇവിടെ വെള്ളം എന്നത് നിങ്ങളുടെ മനസ്സാണ്, വീഞ്ഞ് എന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാനുള്ള ലക്ഷ്യങ്ങളാണ്. അദ്ദേഹം ഇത് ദിവസവും സ്വയം പറയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രചയിതാവ് ഒരു നിയമം പങ്കുവച്ചു: പ്രവർത്തനത്തിന്റെയും പ്രതികരണത്തിന്റെയും നിയമം, ദ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇതിന്റെ ലളിതമായ അർത്ഥമിതാണ്: നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുക. അതായത്, നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും ചെയ്യും. ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനമെന്തെന്നാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ രീതിയിൽ രൂപകൽപ്പന ചെയ്യാൻ കഴിയും എന്നതാണ്. ഉദാഹരണത്തിന്, ആ വ്യക്തി എപ്പോഴും സ്വയം പറഞ്ഞതുപോലെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുക. അതുപോലെ നിങ്ങൾക്കും പോസിറ്റീവ് അഫർമേഷൻസ് സ്വയം ഉണ്ടാക്കാം. ഉദാഹരണത്തിന്, ഞാൻ കോടീശ്വരനാകും, അല്ലെങ്കിൽ ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടും. നിങ്ങൾ ഇത് സത്യമായും വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഇതിന്റെ ഫലം ലഭിക്കില്ല. നിങ്ങളുടെ അബോധമനസ്സിനെ പുനഃക്രമീകരിക്കാൻ റീപ്രോഗ്രാം സമയവും പരിശ്രമവും തുടർച്ചയായ പരിശീലനവും ആവശ്യമാണ്. എന്നാൽ ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന 5 പ്രായോഗിക വിദ്യകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അബോധമനസ്സിനെ പുനഃക്രമീകരിക്കാനുള്ള വിദ്യകൾ. ടെക്നീക്സ് ഫോർ റീപ്രോഗ്രാമിംഗ് ദ സബ്കോൺഷ്യസ് മൈൻഡ്. 1. നിങ്ങളുടെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ, ലിമിറ്റിംഗ് ബിലീഫ്സ്, തിരിച്ചറിയുക. നിങ്ങളെ സമ്പന്നനാകുന്നതിൽ നിന്ന് തടയുന്ന വിശ്വാസങ്ങൾ ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ഞാൻ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ വിദ്യാഭ്യാസം മികച്ചതല്ല. എനിക്ക് പ്രായമായി. ഇവയെല്ലാം പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ്. ഈ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതുക, എന്നിട്ട് ഉടൻ തന്നെ അവയെ പോസിറ്റീവായ വിശ്വാസങ്ങളാക്കി മാറ്റുക. ഉദാഹരണത്തിന്, ഞാൻ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും കോടിക്കണക്കിന് ആളുകൾ കഠിനാധ്വാനം ചെയ്ത് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും കഴിയും. മറ്റൊരു ഉദാഹരണം, എനിക്ക് പ്രായമായി എന്നതിനെ പ്രായം വെറുമൊരു നമ്പർ മാത്രമാണ്. നിങ്ങൾ ഏതു ദിവസം ആഗ്രഹിക്കുന്നുവോ ആ ദിവസം മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. നിങ്ങൾ ഇപ്പോഴും ജീവനോടെയിരിക്കുകയും ശാരീരികമായി ആരോഗ്യവാനായിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്കൊന്നും അസാധ്യമല്ല എന്ന് മാറ്റുക. 2. വിഷ്വലൈസേഷൻ. നിങ്ങളുടെ അബോധമനസ്സിനെ പുനഃക്രമീകരിക്കാനുള്ള ശക്തമായ ഒരു വിദ്യയാണിത്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നജീവിതം മനസ്സിൽ കാഴ്ചപ്പെടുത്തണം. നിങ്ങളെ ആരും ശല്യപ്പെടുത്താത്ത ശാന്തമായ ഒരിടം വീട്ടിൽ കണ്ടെത്തുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യാം. അതിനുശേഷം നിങ്ങളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ഒരു ലക്ഷ്യമുണ്ടാക്കുക. ഈ വിഷ്വലൈസേഷനിലൂടെ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത്? ശേഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് ദീർഘമായി ശ്വാസമെടുക്കാൻ തുടങ്ങുക. നിങ്ങൾ വിശ്രമിക്കുന്നതായി, റിലാക്സ്ഡ് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ശരീരത്തെ നന്നായി അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങളൊരു മാനസിക സിനിമയുണ്ടാക്കുക. നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു സിനിമ കാണുന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ആ സിനിമയിൽ യഥാർത്ഥത്തിൽ അനുഭവിക്കുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 5 കോടി രൂപയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ നിങ്ങൾക്കെന്ത് അനുഭവപ്പെടും എന്ന് നിങ്ങൾ പൂർണ്ണമായും അനുഭവിക്കുക. ഇതുപോലുള്ള വിഷ്വലൈസേഷനുകൾ നിങ്ങൾ പലതവണ ചെയ്യണം. നിങ്ങൾക്ക് സമയക്കുറവുണ്ടെങ്കിൽ ഉറങ്ങുന്നതിനു മുൻപ് ഇത് തീർച്ചയായും പരീക്ഷിക്കുക. 3. അഫർമേഷൻസ്. ഇതൊരു പോസിറ്റീവ് പ്രസ്താവനയാണ്. നിങ്ങൾക്ക് നല്ല അനുഭവമുണ്ടാക്കാൻ നിങ്ങൾ സ്വയം പറയുന്ന വാക്കുകളാണിവ. നിങ്ങൾ കഴിവുള്ളവനാണെന്നും നിങ്ങൾക്ക് പണം അർഹതപ്പെട്ടതാണെന്നും നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന്റെ സമൃദ്ധിയുണ്ടാകുമെന്നും എപ്പോഴും സ്വയം നല്ലത് പറയുക. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലിസ്റ്റുണ്ടാക്കാം. അത് ദിവസവും വായിക്കണം. നിങ്ങൾ ഇന്റർനെറ്റിന്റെ സഹായം തേടാതിരിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. കാരണം ഇന്റർനെറ്റിലുള്ള സ്ഥിരീകരണങ്ങൾ എല്ലാം പൊതുവായവയായിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായി വ്യക്തിപരമായ സ്ഥിരീകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക. ഇത് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളെ കൂടുതൽ ശക്തമാക്കും.
4. വൈകാരിക പുനഃക്രമീകരണം, ഇമോഷണൽ റീപ്രോഗ്രാമിംഗ്. വർഷങ്ങളായി നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ പുറത്തുവിടേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ബാല്യകാലത്തെ ആഘാതങ്ങൾ, ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ നിരാകരിച്ചിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തകർത്തിരിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വികാരങ്ങളെ നിങ്ങൾ പുനഃക്രമീകരിക്കണം. ഇതിന് വളരെയധികം സഹായിക്കുന്ന ഏറ്റവും മികച്ച വിദ്യയാണ് ധ്യാനം, മെഡിറ്റേഷൻ. കൂടാതെ നിങ്ങൾക്ക് തെറാപ്പി എടുക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തി നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെല്ലാം പഠനത്തിലായാലും ബന്ധങ്ങളിലായാലും ജോലിയിലായാലും ബിസിനസ്സിലായാലും വിശദമായി പങ്കുവയ്ക്കുക. നിങ്ങൾ അവരിൽ നിന്ന് ഉപദേശങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇതിലെ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലുള്ള ആഴത്തിലുള്ള വികാരങ്ങളെ പുറത്തുവിടുക എന്നതാണ്. നിങ്ങളിത് ചെയ്യുമ്പോൾ പുതിയ പോസിറ്റീവ് വികാരങ്ങൾക്കായി ഒരു ഇടമുണ്ടാകുന്നു. ഇത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര കൂടുതൽ സുഗമമാക്കും. 5. പ്രവർത്തനം, ആക്ഷൻ എടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഇന്നു മുതൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുക. ആദ്യത്തെ 4 വിദ്യകളിൽ നിങ്ങൾ നിങ്ങളുടെ അബോധമനസ്സിനെ പരിശീലിപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങൾ ഇന്നു മുതൽ നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ധനകാര്യത്തെക്കുറിച്ച് ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങി. ആ പ്രവർത്തനം ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കണം. ഇതിലൂടെ നിങ്ങളുടെ ബോധമനസ്സ് പരിശീലിപ്പിക്കപ്പെടും. നിങ്ങൾ ദിവസവും പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയൂ. ഇന്ന് നമ്മൾ ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ഹൗ ടു അട്രാക്ട് മണി എന്ന പുസ്തകത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ അബോധമനസ്സിനെ പുനഃക്രമീകരിക്കാമെന്ന് വിശദമായി മനസ്സിലാക്കി. ഈ പുസ്തകം വളരെ മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ്. ഇതിലെ തത്വങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണത്തെ ആകർഷിക്കും. എന്റെ ഈ സംഗ്രഹം നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളെ വീണ്ടും കാണാം. അതുവരെ നന്ദി.